ഇന്നത്തെ യാത്ര മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. മുതലമട റെയിൽവേ സ്റ്റേഷൻ എന്ന ലൊക്കേഷൻ സെർച്ച് ചെയ്താൽ നിങ്ങൾ ഇവിടേക്കാകും എത്തുക. സൈൻ ബോർഡ്സ് ഉണ്ട്. ഈ പള്ളിയാണ് ലാൻഡ്മാർക്ക്. പള്ളിയുടെ മുന്നിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. കഷ്ടിച്ച് 100 മീറ്റർ പോകുമ്പോഴത്തേക്കും വലത്തേക്ക് വഴി കാണാം. ഇവിടെയും സൈൻ ബോർഡ് ഉണ്ട്. ടേൺ റൈറ്റ് ആൻഡ് ഗോ സ്ട്രെയിറ്റ്. കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്ന വഴി. ഈ വഴി നേരെ എത്തുന്നത് സ്റ്റേഷൻ്റെ മുൻവശത്തേക്കാണ്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് അകത്തേക്ക് കടക്കാം. ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ടെങ്കിലും നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ കുറേ സ്ഥലങ്ങളുണ്ടാവുമെങ്കിലും സ്വന്തം നാട്ടിൽ എത്ര ചെന്നാലും മടുക്കാത്ത വൈകുന്നേരങ്ങളിൽ വെറുതെ കുറച്ച് സമയം ചെന്നിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ചിലയിടങ്ങൾ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിലയിടങ്ങളുണ്ടായിരിക്കും. ഇത്തരത്തിൽ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് മുതലമട. ഇവിടെ തിരക്ക് കുറവായതുകൊണ്ടും ഞങ്ങളുടെ വീടിനടുത്തായതുകൊണ്ടും പല വൈകുന്നേരങ്ങളിലും ഞങ്ങൾ ഇവിടെ വന്നിരിക്കാറുണ്ട്. ഇവിടെ വരുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും ട്രെയിൻ ഇതിലൂടെ കടന്നു പോകുന്നതുകൂടി കാണാൻ സാധിച്ചെങ്കിലെന്ന്. ഈ വഴി 3 ട്രെയിനുകളാണ് കടന്നു പോകുന്നത്. അമൃത എക്സ്പ്രസ്, തിരുച്ചെന്തൂർ എക്സ്പ്രസ്, പാലക്കാട് ചെന്നൈ സൂപ്പർഫാസ്റ്റ്. ഇതിൽ തിരുച്ചെന്തൂർ എക്സ്പ്രസ്സിന് മാത്രമാണ് ഇവിടെ സ്റ്റോപ്പുള്ളത്. തിരുച്ചെന്തൂർ എക്സ്പ്രസ് രാവിലെ 6:40 തിരിച്ച് രാത്രി 8:30 ചെന്നൈ സൂപ്പർഫാസ്റ്റിന് സ്റ്റോപ്പ് ഇല്ലെങ്കിലും വൈകുന്നേരം 4:50 ഈ വഴി കടന്നു പോകുന്നത്. ഈ വീഡിയോയിൽ കാണുന്നത് ചെന്നൈ സൂപ്പർഫാസ്റ്റാണ്. അമൃത എക്സ്പ്രസ് ഇതുവഴി കടന്നു പോകുന്നുണ്ടെങ്കിലും രാവിലെ 4:30 തിരിച്ച് രാത്രി 7:30. ഈ അരയാലിൻ്റെ വേരുകളുടെ ഭംഗിയാവാം പല സിനിമാക്കാരെയും ഇവിടേക്ക് ആകർഷിച്ചിട്ടുണ്ടാവുക. സ്ക്രീനിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാൻ ഭംഗി തോന്നുന്ന ഇടങ്ങളിൽ ഒന്ന് തന്നെയാണ് മുതലമട. ഞാൻ കാത്തിരുന്ന കനിനീ എൻ